കോഴിക്കോട്ടെ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ്റെ ഓഫർ മന്ത്രിയാക്കാം 3 കോടി രൂപ കൊടുത്താൽ. വിളി വന്നത് ഡൽഹിയിൽ നിന്നാണ്. വയനാട് MP-യുടെ ഓഫീസിൽ നിന്നാണ് വിളിച്ചത്. വയനാട് MP ആരാന്ന് നമുക്കറിയാം. അപ്പം ആ വിളിക്ക് പ്രാധാന്യമുണ്ട്. പ്രിയങ്ക ഗാന്ധിയാണ് വയനാട് MP, നേരത്തെ രാഹുൽ ഗാന്ധിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ വിളിക്ക് പ്രാധാന്യം ഉണ്ടാവും. നോർത്ത് ഇന്ത്യയിലെ മറ്റെവിടെയൊക്കെ ഉള്ളവരാണ് അന്നേരം തന്നെ 3 കോടി രൂപ ഒപ്പിച്ച് കൊടുക്കും. ഇവിടെ വിദ്യാ ബാലകൃഷ്ണന് കോള് വന്നത് വാട്സാപ്പിൽ കൂടെയാണ്. വയനാട് MP-യുടെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞ് വിളിച്ചു. 2-3 പ്രാവശ്യം വിളിച്ചു. മന്ത്രിസഭ ഉടനെ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് ഡൽഹിയിൽ നിന്നുള്ള വിളിക്ക് പ്രാധാന്യമുണ്ടെന്നും കരുതും സ്വാഭാവികമായിട്ട്. MLA-യുടെ പരാതിയിൽ സൈബർ സെല്ല് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. കാരണം ആളെ കണ്ടെത്തണം, ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അറിയണം. അത് തന്നെയല്ല, ഇവർക്ക് വാട്സാപ്പിൽ കൂടെയാണ് പിടിച്ചതുകൊണ്ട് വാട്സാപ്പിൽ കൂടെയാണ് വിളിച്ചതെന്ന്. അതുകൊണ്ട് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും സൈബർ സെല്ല് കേസെടുത്തു. ഈ സംഭവത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ എന്ന് MP-യുടെ ഡൽഹിയിലെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആരോ അവിടെ MP-യുടെ ഓഫീസിൽ വിളിച്ചിരുന്നുവെന്നും 1-2 MLA-മാരുടെ നമ്പർ ചോദിച്ചെന്നും, തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്പർ കൊടുക്കുകയും ചെയ്തു. എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളുണ്ടെങ്കിൽ MLA വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് 2 MLA-മാരുടെ നമ്പർ കൊടുത്തു. അതിലൊന്നാണ് ആലത്തൂർ MLA-യുടെ ഫോൺ നമ്പർ കൊടുത്തത്. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. കാരണം ഇങ്ങനെ പലരെയും പറ്റിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പലർക്കും പറ്റിപ്പോയിട്ടുണ്ട്. കേരളത്തിൽ അത് നടക്കില്ല എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതുപോലെ പലരെയും പറ്റിച്ചിരിക്കുന്ന സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതിനൊരു കേസെടുത്ത് ആളെ കണ്ടെത്തുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് താൻ കേസ് കൊടുത്തതെന്ന് ആലത്തൂർ MLA പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ വിദ്യാ ബാലകൃഷ്ണൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ സെല്ല് ആ വാട്സാപ്പിൽ കൂടെ വന്ന നമ്പർ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത അത് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് സംശയമാണ്. കാരണം വാട്സാപ്പിൽ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. 2-3 പ്രാവശ്യം ഇവരെ വിളിച്ചു എന്നും പറയുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലെ വയനാട് MP-യുടെ ഓഫീസിൽ നിന്ന് നമ്പർ എടുത്താണ് വിളിച്ചത്. ഇനി എന്ത് ഭാഷയിലാണ് സംസാരിച്ചതെന്ന് അറിയത്തില്ല. ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ ഒന്നും നമുക്ക് മലയാളത്തിൽ തന്നെയാണോ. എന്നാലും അങ്ങനെ ചില സംഘങ്ങൾ ഇന്ത്യയിലെ പല ഭാഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. ചിലർക്ക് പൈസ കിട്ടുന്നുണ്ടാവാം. കാരണം അതിൽ വിശ്വസിച്ച് പോയി ആ പണം തന്നാൽ പെട്ടെന്ന് മന്ത്രിയാകാം എന്നൊരു ധാരണയുണ്ടെങ്കിൽ അങ്ങനെ ധാരണ വെച്ച് നടക്കുന്നവരുടെ അടുത്ത് ചിലവായേക്കും. പക്ഷേ കേരളത്തിൽ ഇത് ചിലവാകില്ല എന്ന് MLA കൃത്യമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.